ഹായ് എവ്രിവൺ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിന്റെ 5th ബർത്ത്ഡേ ആണ് നെക്സ്റ്റ് ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇത്. ഞാൻ എങ്ങനെയാണ് ഒരു ചെറിയൊരു പാർട്ടിയാണ് നമ്മൾ നടത്തുന്നത്. വീട്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ച് റിലേറ്റീവ്സും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് ഒരു കുഞ്ഞൊരു പാർട്ടി. അപ്പോൾ ഈ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ 5th ബർത്ത്ഡേ ആണ് ഈ പ്രാവശ്യം. അതിന് മുമ്പത്തെ 2 ബർത്ത്ഡേക്കും ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് നാട്ടിലും ഞാൻ ഇവിടെ കാനഡയിലും ആയിരുന്നു. അപ്പോൾ ഒരുമിച്ചില്ലാതിരുന്നിട്ടുള്ള 2 ബർത്ത്ഡേക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫാമിലി ആയിട്ടുള്ള 5th ബർത്ത്ഡേ ആണ്. ഒരുമിച്ചുള്ള ബർത്ത്ഡേ ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് ഈ ബർത്ത്ഡേ. അപ്പോൾ ചെറുതായിട്ട് ഒരു ഗെറ്റ് ടുഗെദർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചെറുതാണെങ്കിലും അത് മെമ്മറബിൾ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 വീക്ക് ആയിട്ട് അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങും എങ്ങനെയൊക്കെ വേണം എന്നുള്ള അറേഞ്ചിങ്ങും ഒക്കെ ആയിട്ട് ഈ ഒരു 1 വീക്ക് ഇങ്ങനെ പോയി. അപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഞാൻ ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ പ്ലാൻ ചെയ്യുന്നതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ഒരു മെനു ആണ്. നമ്മൾ എന്താണ് ഫുഡ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെ വേണം ഡെക്കറേഷൻസ് എന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ബുക്കും ഒരു പെന്നും ഒക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഏതൊക്കെ കടയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള കാര്യം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെഹേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കേക്ക് ഓർഡർ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ചിക്കുന് ഡൈനോസേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡൈനോസർ തീമിലുള്ള ഒരു കേക്ക് ഓർഡർ ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പോയി കേക്കിനെ പറ്റിയിട്ടൊക്കെ തിരക്കിയപ്പോൾ ഇവിടെ ഒരു ഡൈനോസർ തീം കേക്ക് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡിസൈനൊക്കെ. അപ്പോൾ അവർ പറഞ്ഞത് 48 ഹവേഴ്സിന് മുമ്പായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഓർഡറൊക്കെ നമ്മൾ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ഡൈനോസർ തീമിലാണ് നമ്മൾ കേക്കും ഡെക്കറേഷൻസും ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാർട്ടി സപ്ലൈസ് ആണ് മേടിക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ യൂഷ്വലി മേടിക്കാറുള്ളത് ഏതെങ്കിലും ഡോളർ സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ 2 ഡോളർ സ്റ്റോഴ്സ് ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഒന്ന് ഡോളർ ആമിയും അതുപോലെ തന്നെ ഡോളർ ട്രീയും. ഡോളർ ട്രീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്കൊരു $150 ഏത് ഐറ്റംസ് എടുത്താലും $150 ആണ്. അപ്പോൾ ഇവിടെ കിട്ടാത്ത ഐറ്റംസ് മാത്രമേ ഡോളറാമയിൽ വാങ്ങിക്കാറുള്ളൂ. ഈ കളക്ഷൻസ് കൂടുതൽ ഉള്ളത് ഡോളറാമയാണ്. കുറച്ചും കൂടി നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കും ഒക്കെ വെച്ചിട്ട് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ടേബിളിൽ വെക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ അതുപോലെ ഞാനൊരു ഡെസേർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കപ്പിലായിട്ട് വരുന്ന ഡെസേർട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എൻ്റെ ലിസ്റ്റിലെ സാധനങ്ങളൊക്കെ ഫുള്ളായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഒരു ഡെസേർട്ട് ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഞാൻ ഒരു തലേ ദിവസം മുതൽ പ്രിപ്പറേഷനായിട്ട് പാർട്ടിക്ക് തൊട്ട് മുമ്പ് പ്രിപ്പറേഷനായിട്ട് ചെയ്യുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റാർട്ടേഴ്സായിട്ട് 2 ഐറ്റംസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. കട്ട്ലേറ്റും അതുപോലെ തന്നെ ചിക്കൻ സ്ക്യൂവേഴ്സും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ ഒന്ന് ചെയ്ത് വെക്കുവാണ്. നമ്മൾ ഡെസേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെയേഴ്സ് ആയിട്ടാണ് ഡെസേർട്ട് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഓറിയോ ക്രഷ് ചെയ്തിട്ടുള്ള അതിൻ്റെ ലെയർ ആണ് വരുന്നത്. പിന്നെ സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് കസ്റ്റേർഡിൻ്റെ ലെയർ ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോം മെയ്ഡ് കസ്റ്റേർഡ് പൗഡർ ആണ് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അത് കസ്റ്റേർഡ് പൗഡർ എങ്ങനെയാണ് റെഡിയാക്കി വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ പാർട്സ് ഓഫ് കോൺഫ്ലോർ, ഈക്വൽ പാർട്സ് ഓഫ് മിൽക്ക് പൗഡർ ആൻഡ് ഷുഗർ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കസ്റ്റേർഡ് പൗഡറിന് വേണ്ടത്. അപ്പോൾ അത് 3ഉം കുറച്ച് വാനില എസൻസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ റെഡിയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചോപ്പർ വെച്ചിട്ട് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ്സ് ആവശ്യമുള്ള അത്രയും ഒന്ന് ക്രഷ് ചെയ്ത് അതും ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കസ്റ്റേർഡ് പൗഡറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഈസിയാണ്. ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് അസംബിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബർത്ത്ഡേയുടെ അന്നത്തേന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കേക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാനൊരു ചോക്ലേറ്റ് ഗനാഷും അതുപോലെ ചെറിയൊരു വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് റെഡിയാക്കിയേക്കുന്നത്. ഇത് ബർത്ത്ഡേയുടെ രാവിലെ ജസ്റ്റ് അവന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പാർട്ടിയായിട്ട് നടത്തുന്നത് ബർത്ത്ഡേയുടെ നെക്സ്റ്റ് ഡേ ആണ്. Happy birthday to you.
ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസേർട്ടിന് വേണ്ടിയിട്ടുള്ള കസ്റ്റാർഡും കൂടെ ഞാനൊന്ന് റെഡിയാക്കി അതൊന്ന് തണുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അപ്പോൾ ഞാനൊരു 1 ഗ്ലാസ് മിൽക്കാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് മിൽക്കിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബോട്ടിലിലേക്ക് ആക്കിയിട്ട് ഞാനൊന്ന് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഈവനിംഗ് ആവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല തണുത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു ചിക്കൻ സ്ക്യൂവേഴ്സ് റെഡിയാക്കാനായിട്ട് നമുക്ക് വുഡൻ സ്ക്യൂവേഴ്സ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വുഡൻ സ്ക്യൂവേഴ്സ് നേരത്തെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിത് ഒരു 24 ഹവേഴ്സ് ഞാനിത് സോക്ക് ചെയ്യുന്നുണ്ട്. ഒരു തലേദിവസം തന്നെ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. തലേദിവസം വെള്ളത്തിലിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നേരത്തെ ഇതൊന്ന് വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രമേ ഇത് സ്ക്യൂവേഴ്സ് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വുഡൻ സ്ക്യൂവേഴ്സ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചിക്കു എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അവൻ അവൻ്റേതായ കാര്യങ്ങളൊക്കെ ക്യാമറയിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്യൂവേഴ്സ് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്ക്യൂവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കനും പിന്നെ ഞാൻ കുറച്ച് ബെൽ പെപ്പേഴ്സും അതുപോലെ ഓണിയൻസും കൂടിയാണ് സ്ക്യൂവേഴ്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ടേക്കുന്നത് സോൾട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കൊറിയാണ്ടർ പൗഡർ, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, ഒരു പിഞ്ച് ടെർമറിക് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് തൈര് വേണം. ഒരു 2 വലിയ സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉലുവയുടെ ഇല, കസൂരി മേത്തി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് സോസായിട്ട് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ബാർബിക്യൂ സോസ്. ഈ ഒരു ബാർബിക്യൂ സോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന മസാല തന്നെ എക്സ്ട്രാ കുറച്ച് ബാർബിക്യൂ സോസും കൂടെ ഒഴിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്ക്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ പല കളറിലുള്ള കുറച്ച് ബെൽ പെപ്പേഴ്സും കൂടി എടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് എല്ലാം നമുക്കൊന്ന് സ്ക്വയർ പീസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് സ്ക്വയർ പീസിൽ കട്ട് ചെയ്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു 1 അവറിനെങ്കിലും വെക്കണം. ഞാനിതെല്ലാം തലേദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി ഒരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഇത് ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിരിക്കും പിറ്റേ ദിവസം സ്ക്യൂവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് ഫസ്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് പിന്നെ വെജിറ്റബിൾസും കൂടി ഇട്ട് എല്ലാം കൂടി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് പിറ്റേ ദിവസമാണ് ഞാനിത് സ്ക്യൂവേഴ്സ് ആക്കി എടുക്കുന്നത്. ഞാനിത് സ്ക്യൂവേഴ്സ് ആക്കുമ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പീസ് വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ചിക്കൻ, അത് കഴിഞ്ഞ് ഒരു ഓണിയനോ അല്ലെങ്കിൽ വേറൊരു കളർ ക്യാപ്സിക്കം, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ക്യൂവേഴ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ സ്ക്യൂവേഴ്സും തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആദ്യം ബേക്ക് ഓപ്ഷനിലാണ് വെക്കുന്നത്. ബേക്ക് ഓപ്ഷനിൽ ഞാൻ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് ഞാനിത് ഗ്രിൽ മോഡിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ഗ്രില്ല് ചെയ്തൊരു കളർ നമുക്ക് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഓയിൽ അല്ലെങ്കിൽ ഒരു ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്ക്യൂവേഴ്സ് കിട്ടും. പിന്നെ ഞാനിവിടെ കട്ട്ലേറ്റ്സ് ഞാൻ ഓൾറെഡി റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ബ്രെഡും ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഫ്രീസറിലേക്ക് വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ഫ്രോസൺ ആയിട്ടിരിക്കുന്ന കട്ട്ലേറ്റ്സ് ആണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിയുടെ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മതി. അപ്പോൾ അതും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ചിക്കുവിന് ദേ ഇവിടെ എൻ്റെ ഒരു ബർത്ത്ഡേ പ്രസൻറ്റ് കിട്ടി. അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ പ്രിപ്പറേഷൻസ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നാളെ ബർത്ത്ഡേ വ്ളോഗിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ പ്രിപ്പറേഷനും സെറ്റിങ്ങും എല്ലാം എന്ന് നമുക്കൊന്ന് കാണാം. പറഞ്ഞോ. എനിക്ക് പ്രസന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നാളെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗിൽ കാണാം. ബൈ. ബൈ. Happy birthday to me. Happy birthday to you. Cheese. Cheese. Say cheese. Cheese. ബ്യൂട്ടിഫുൾ ആണോ? Beautiful. ഇതൂടെ പൊട്ടിയത്